നിങ്ങളൊരു സാക്ഷ്യം പറയും. ഇന്ന് അനുഭവിക്കുന്ന പുറത്തു വരാൻ കഴിയാത്ത വിധം അസാധ്യമായിരിക്കുന്ന ഒരു വലിയ വിഷയത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ സഹായിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ പുറത്തു വന്നു എന്നതിൻ്റെ ജീവനുള്ളൊരു സാക്ഷ്യമായിരിക്കും അത്. കേൾക്കുന്നവർക്ക് കണ്ണുനീരോടല്ലാതെ കേട്ടു തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള ആ വാക്കുകളിലേക്ക് നിങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ നടക്കുകയായിരിക്കും മക്കളെ. ഇന്നത്തെ ഈ ദൂതിൻ്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്കൊരു വാക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നു. കർത്താവ് നിങ്ങളെ അതിശയകരമായി, ചിന്തിക്കുന്നതിലും അത്യന്തപരമായി ഇന്ന് പകൽ നീ നേരിടുന്ന പ്രയാസത്തിൻ്റെ അകത്തു നിന്നും വെളിയിൽ കൊണ്ടുവരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് വളരെ ഹൃദ്യമായി, വളരെ ആഴമായി സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ വലിയൊരു അഭിഷേകത്തോടും ഏറിയ ദൈവകൃപയോടുമാണ് ഇന്ന് രാവിലെ നിങ്ങളെ കാണുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്രവചനദൂതിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് വലിയവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവെഴുത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ളതായ വചനങ്ങളെ ആധാരമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പൗലോസ്ലീഹായുടെയും സഹയാത്രികരുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ വെച്ച് അവർ മരിച്ചു പോകുമെന്നാണ് കരുതിയത്. അന്ന് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പൗലോസ് വളരെ വിഷമിച്ചു പോയി. അന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി തന്നെ രക്ഷപ്പെടുത്തി. ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. നിരാശ തോന്നുമാറ്, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിഷയത്തിലാണ് പൗലോസ്ലീഹായെ ദൈവം കടന്നു പോകാൻ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ എത്രത്തോളം ധൈര്യപ്പെടണം. അത്ര ബലവാനായൊരു ദൈവമനുഷ്യനെ, ശക്തനായൊരു അഭിഷക്തനെ ജീവനോടിരിക്കുമോ എന്ന് താൻ പോലും സംശയിക്കുന്ന രീതിയിലുള്ളൊരു വല്ലാത്ത വിഷയത്തിലൂടെ ദൈവം കടത്തിവിട്ടു. കടന്നു പോകാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് തന്നെയാണ്. അന്ന് അദ്ദേഹം പറയുന്നു, ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. കടുത്തൊരു നിരാശയിലൂടെ താൻ കടന്നുപോയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എല്ലായ്പ്പോഴും പ്രത്യാശയെക്കുറിച്ച് പറയുന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ നിരാശയുടെ വാക്ക് അദ്ദേഹം പറഞ്ഞ സമയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇടയ്ക്കൊക്കെ നമ്മുടെ പിടിപൊട്ടിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരും. അന്നേരം ഓർത്തോണം, ഇത്രയും കാലം പ്രത്യാശ പറഞ്ഞ നിൻ്റെ വായിൽ നിന്നും, ഇത്രയും കാലം ദൈവിക വിശ്വാസം വിളിച്ചു പറഞ്ഞ നിൻ്റെ വായിൽ നിന്നും സങ്കടത്തിൻ്റെ ഒരു വാക്ക് ഉതിർന്നു വീഴുന്ന ആ സെക്കൻഡിൽ, ആ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണീർത്തുള്ളി മണ്ണിൽ വീണ് നനഞ്ഞിറങ്ങുന്നതിന് മുൻപ് സഹായത്തിൻ്റെ ശക്തിയുമായി ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ അരികിൽ അയക്കും. കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നിട്ടും സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രം ജീവിതത്തിൽ കണ്ടവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ദൈവം നിങ്ങളുടെ കാര്യത്തെ തൊടാൻ പോകുന്നു എന്ന് മാത്രമല്ല, പിടിവിട്ടു പോകുന്നു. കർത്താവേ, ഇനി എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്ന് നമ്മൾ പറയുന്ന ഈ സെഗ്മെൻറ്റിൽ തന്നെ കർത്താവ് കാര്യങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്. ജീവനോടിരിക്കുമ്പോൾ ഇന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കും ഇത് അത്യന്തം ഭാരപ്പെട്ടു. ജീവിതത്തിൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്നത് പോലെയുള്ളതായി ഭാരം തനിക്കുണ്ടായി. അതെ, ഞങ്ങളിലല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരിലോ ഞങ്ങൾക്ക് പരസ്പരം ഒന്നും ബലപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ നേരിട്ടത്. ഞങ്ങളിലല്ല, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. കണ്ടോ, മരണവിധി എഴുതപ്പെട്ടിരിക്കുന്നു, തീർന്നു, ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന രീതിയിലുള്ളതായൊരു ക്രൈസിസിലാണ് പൗലോസ്ലീഹായും കൂട്ടരും കടന്നുപോയത്. പക്ഷെ ബൈബിൾ പറയുന്നു, അവിടെ നിന്നും തിരിച്ചു വന്നു. പൗലോസ് ആദ്യത്തെ വ്യക്തിയല്ല. തീച്ചൂളയിൽ വീണ എബ്രായ ബാലന്മാർ, ഹല്ലേലൂയ, ചെങ്കടലിൽ ഇറങ്ങിയ ഇസ്രായേൽ മക്കൾ, യോർദാനിൽ ഇറങ്ങിയ ദൈവജനം, ആമേൻ, ജീവിതത്തിൻ്റെ കഠിന വഴികളിലൂടെ കടന്നുപോയ ജോസഫ്, സിംഹക്കുഴിയിൽ വീണുപോയ ദാനിയേല്, എത്രയെത്ര ദൈവഭക്തന്മാർ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിലുള്ളൊരു യാത്രയ്ക്ക്, മടങ്ങി വരുമോ എന്ന് പറയാൻ വയ്യാത്ത രീതിയിലുള്ളതായ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊരു കാണാക്കയത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ദൈവമനുഷ്യന്മാരുണ്ട്. പക്ഷേ ചെന്ന് വീണിടത്തു നിന്നും അവരെ പിന്നെയും തിരിച്ചുയർത്തിയ ആ ദൈവത്തിൻ്റെ കൈ ഇന്നും ആ പ്രവൃത്തി
തകർന്നു പോകുന്നവരെ പിടിച്ചുയർത്തിക്കൊണ്ട് തുടരുകയാണെന്നുള്ളതാണ് നിങ്ങളോട് ഇതൊക്കെ പറയാൻ എനിക്ക് കിട്ടാനുള്ള ഏക ധൈര്യ കാരണമെന്ന് പറയുന്നത്. വീണു പോകുന്നവരെ പിടിച്ചുയർത്തിക്കൊണ്ട് ആ കൈ ഇന്നും രംഗത്ത് തന്നെയുണ്ട്. ദൈവമക്കൾ പേടിക്കാതിരിക്കട്ടെ. ശക്തിയും ധൈര്യവും നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. നിന്റെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കുന്ന ആ മാരകമായ വിഷയങ്ങളെ, ആ സാമ്പത്തിക പ്രശ്നങ്ങളെ നിനക്ക് ഉത്തരം പറയാനില്ല, ആ രീതിയിൽ നിസ്സഹായതയുടെ അങ്ങേയറ്റം എത്തിപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ജീവിത പ്രതിസന്ധിയെ നോക്കി തന്നെ ഞാൻ പറയുന്നു, തിരിച്ചുവരവില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈ കഠിന പ്രതിസന്ധിക്കകത്ത് നിന്നും നിങ്ങളുടെ മടങ്ങിവരവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സംഭവിപ്പാൻ പോവുകയാണ്. കർത്താവ് തന്നെ നിങ്ങളെ മടക്കി വരുത്തും. ഞാനത് ഉറപ്പിച്ചു പറയുന്നു. യേശു തന്നെയായിരിക്കും നിങ്ങളുടെ ഇപ്പോഴുള്ളതായ ഈ ജീവിതാവസ്ഥയിൽ നിന്നുമുള്ള മടക്കയാത്രയുടെ വാതിൽ തുറക്കാൻ പോകുന്നത്. നിങ്ങൾ ആ സന്തോഷകരമായ നല്ല ജീവിത കാലഘട്ടത്തിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ മടങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശാലമായിരിക്കുന്ന ഒരു നല്ല സമയം ദൈവത്തിൻ്റെ കൃപയാൽ രൂപപ്പെട്ടു വരും. പൗലോസ്ലീഹ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കത്തക്ക വിധം മരിച്ചു പോകുമെന്ന് തന്നെ ഉള്ളിൽ നിർണയിച്ചു. ഇത്ര ഭയങ്കരമായതിൽ നിന്നും, ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. അടുത്ത വാക്ക്, ആശ്രയിച്ച മരണത്തിൻ്റെ വക്കിൽ മരിച്ചു പോകുമെന്ന് പോലും തോന്നിയൊരു പ്രയാസത്തിൻ്റെ നടുവിൽ ആ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തെക്കുറിച്ചുള്ള വാക്കാണ് അടുത്ത വരി. നിങ്ങളുടെ ലൈഫിലെ അടുത്ത വരി ദൈവം എഴുതാൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അന്യോന്യം ചോദിക്കുന്ന ജീവിത പങ്കാളികളെ, നമ്മൾ എങ്ങനെ ഇതിനെ മുന്നോട്ട് തരണം ചെയ്യുമെന്ന് ചോദിക്കുന്ന കുടുംബാംഗങ്ങളെ, എൻ്റെ പൊന്നു കൂടപ്പിറപ്പുകളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അടുത്ത വരി ദൈവം നമ്മളെ വിടുവിച്ചു എന്നതിൻ്റെ സാക്ഷ്യമായി തീരാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞു, മാരകമായ ചില വിഷയങ്ങളുടെ അകത്തു നിന്നും ദൈവം എന്നെ സഹായിച്ചതിനാൽ മാത്രം ഞാൻ പുറത്തു വന്നു എന്നുള്ള അത്യത്ഭുതകരമായൊരു ടെസ്റ്റിമണി നിങ്ങളും പറയാൻ തയ്യാറായിക്കൊള്ളുക. യായിറോസിൻ്റെ കുഞ്ഞിനെ ഉയർപ്പിച്ച ചരിത്രം ബൈബിളിൽ വെറുതെ എഴുതപ്പെട്ടിരിക്കുന്നതല്ല. തിരികെ കിട്ടാത്ത വിധം കൈവിട്ടു പോകുന്ന ചില കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അകത്ത് ആമേൻ 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 അവരുടെ ആരോഗ്യപരമായ വിഷയങ്ങളോ, ഭാവിപരമായ കാര്യങ്ങളോ, തെറ്റായ ബന്ധങ്ങളിലുള്ള തകർച്ചകളോ, പൈശാചിക പ്രയാസങ്ങളാലുള്ളതായ ബുദ്ധിമുട്ടുകളോ, ഏത് തരം വിപത്തുകളിൽ തലമുറകൾ ആഴ്ന്നു പോകുന്നുണ്ടെങ്കിലും തിരികെ പിടിച്ചു തരുവാൻ പ്രാപ്തനായൊരു യേശു നിന്റെ കൂടെ ഉണ്ടേ എന്നുള്ള വ്യക്തമായിരിക്കുന്ന മുന്നറിയിപ്പുമായിട്ടാണ് ദൈവവചനം ഇന്ന് രാവിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിൻ്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നൊരു ശവമടക്കിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വിളിച്ചു പറയുന്നു. നിന്റെ ജീവിതത്തിൻ്റെ മീതെ ദുഷ്ടൻ എഴുതി വച്ചിരിക്കുന്ന ഒരു നാശത്തിൻ്റെ കരച്ചിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ എടുത്തു കളയുകയാണ്. വല്ലാതെ നാണക്കേടിൻ്റെ വക്കിൽ തല താഴ്ത്തി ഇനി എന്തായി തീരുമെന്ന് നീ നിരൂപിക്കുന്ന ചില വല്ലാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ആശ്വസിപ്പിക്കുന്ന തൻ്റെ ഭുജവുമായി യേശു ഇന്ന് പകൽ ഇറങ്ങുകയാണ്. കൈവിട്ടു പോയയിടത്ത് ഒരു തിരികെ ചേരലിൻ്റെ ദൈവകൃപ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് ഒരുക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു, അനേക കുടുംബങ്ങൾക്കകത്തൊരു ദൈവപ്രവൃത്തിയുടെ കാറ്റ് വീശുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ തൊട്ടു മുൻപിൽ ദൈവം തന്നെ നേരിട്ടിറങ്ങി വലിയ ചില വ്യത്യാസങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല തടിച്ച ശരീരമുള്ള, തലമുടി എത്ര ചീകിയാലും ശരിയാകാത്ത നിലയിൽ ഇങ്ങനെ നാരുപോലെ തലമുടിയുള്ള ഒരു മോനെയാണ് ഞാൻ കാണുന്നത്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ വളരെ നിരാശയോടുകൂടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നെ ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് നയിക്കുകയാണ്. നിന്റെ കൈവിട്ടു പോകുന്ന ജീവിതത്തിൻ്റെ സമയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി പുനഃക്രമീകരിച്ച് തരുന്ന അനുഗ്രഹം നീ കാണാൻ പോവുകയാണ്. ദൈവമേ, അങ്ങേക്ക് നന്ദിയപ്പ, അങ്ങേക്ക് നന്ദിയപ്പ, അങ്ങേക്ക് നന്ദിയപ്പ. ഞാൻ ഈ സമയം പരിശുദ്ധാത്മാവിനോട് പറയുന്ന ചില വാക്കുകളെ ലൈവായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞ ദിവസം വീണി പല്ലൊടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു തകർച്ചയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു അംഗഭംഗങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ നീറിപ്പുകയുന്ന നിലയിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഇപ്പോൾ ഈ സെക്കൻഡിൽ ദൈവത്തിൻ്റെ ഉത്തരം വെളിപ്പെടുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നു,
ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇതുപോലെ വലിയൊരു വിഷയത്തിൽ നിന്ന് ഞാൻ വെളിയിൽ വന്നു എന്ന് നിങ്ങൾ പറയും. ഇത്ര വലിയൊരു പ്രോബ്ലത്തിൽ നിന്നാണ് ഞാൻ പുറത്തു വന്നത്. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നവർ എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ അവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഇത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നൊരു അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. ഇത്ര വലിയ മരണത്തിൽ നിന്ന് പൗലോസ് തുറന്നു പറയുന്നത് പോലെ ദൈവം നിങ്ങളുടെ വേദനയെ ചെറുതായി കാണുന്നില്ല. അതിൻ്റെ ഭയാനികത, അതിൻ്റെ ആ ഒരു വലിപ്പം, അതിനെ കണ്ടുകൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യുന്നൊരു ദൈവപ്രവൃത്തി പൗലോസ്ലിഹായ്ക്ക് വേണ്ടിയൊക്കെ വന്നതുപോലെ ഇന്ന് ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കുന്നു. നമ്മുടെ പ്രശ്നം ഇത്രയും വലിപ്പമുള്ളതാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഫ്രെയിമിനകത്ത് എനിക്ക് കാണിക്കാൻ ഇത്രയും ലിമിറ്റേഷനുള്ളൂ, അതുകൊണ്ടാണ് കാണിച്ചത്. അത്ര വലിപ്പമുണ്ടെങ്കിൽ അതിനെ മൂടുന്നൊരു ദൈവിക വിടുതലാണ് ഇറങ്ങി വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഉന്നതന് മീതെ അത്യുന്നതനുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിന്റെ ജീവിതത്തിന് മീതെ പർവ്വതം പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന വിഷയത്തിന് അപ്പുറത്ത് അതിനെ വിഴുങ്ങുന്നൊരു മഹാപർവ്വതമായി ദൈവം വെളിപ്പെടുന്ന വലിയ കാഴ്ച ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും കാണട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ ഒരു സങ്കടങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഇതൊരിക്കലും നിന്നെ നശിപ്പിച്ച് കളയാൻ ദൈവം അനുവദിക്കുകയില്ല. തന്നിൽ കൂടുതലായി ആശ്രയിക്കാൻ ദൈവം നിന്നോട് പറയുന്നു. നിന്നെ ആശ്രയിപ്പിക്കുന്ന നിലയിൽ പൗലോസ്ലിഹ ഇവിടെ പറഞ്ഞു, ഞങ്ങളിൽ തന്നെയല്ല മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിച്ചു. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ ആശ്രയിക്കാനുള്ള ശേഷി വലുതാകുകയാണ്. അതായത് കൈ കൊണ്ട് കൊടുത്തു തീർക്കാനില്ല, കയ്യിലുണ്ടായത് കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. റിസോഴ്സുകളെല്ലാം ശൂന്യമാണ്. ഇനി കൂടെ ഉള്ളവരും നിസ്സഹായരാണ്. എല്ലാവരും ഹെൽപ്ലെസ്സായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ആശ്രയിക്കാനൊരു കർത്താവ്, പിടിക്കുവാനൊരു ദൈവ സാന്നിധ്യം, അതിൽ പിടിച്ചുകൊണ്ട് കർത്താവിൽ തന്നെ ആശ്രയിച്ച്, ഞങ്ങളിലല്ല മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിച്ചു എന്ന് പറയുന്ന നിലയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അകത്ത് നിന്ന് നിങ്ങളുടെ പ്രശ്നത്തെ തവിട് പൊടിയാക്കി കളയുന്ന അതിഭയങ്കരമായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭയങ്കര ശക്തി പുറത്തോട്ട് വരുന്ന നേരമാണിത്. പുറത്തോട്ട് വരുന്ന നേരം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ ഉപേക്ഷിക്കുകയില്ലല്ലോ. നിന്നിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും വേർമുളച്ചിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമായിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അവൻ പേടിക്കയില്ല എന്ന് ജെറമ്യ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ നിന്റെ പ്രയാസത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ദൈവത്തിൽ അമിതമായിട്ട് ആശ്രയിക്കാനുള്ള ഒരു വലിയ ആശ്രയബോധം പരിശുദ്ധാത്മാവ് കുഞ്ഞേ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അതായത് ഈ വിഷയം നിന്റെ കഴുത്തറക്കാനാ വന്ന് നിൽക്കുന്നേ. പക്ഷെ ഇതിനകത്തു നിന്നും ഇന്ന് വരെ കാണാത്ത ഒരു ഭയങ്കര വിശ്വാസവീരനായി തന്നെ എൻ്റെ ദൈവം നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. എൻ്റെ ആശ്രയിക്കാനുള്ള ശേഷി വലുതാകുന്നു. ഞാൻ അവനിൽ കൂടുതൽ ആശ്രയിക്കണമെന്ന നിലയിലാണ് ദൈവം ഇപ്പോൾ എൻ്റെ മുൻപിലുള്ളതായ പ്രശ്നങ്ങളെ ദൈവം അതിനെ പരിഹാരമാക്കി രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഇതെല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിൻ്റെ മുൻപിൽ ഇതുപോലെയുള്ളൊരു അഗ്നി പരീക്ഷണം കയറി വരുമ്പോൾ ഇത്രയും കാലം ഞാൻ കേട്ടത്, ഇത്രയും കാലം ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ വായിച്ചത്, ആ ദൈവത്തിൻ്റെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള പരമോന്നതമായ ശക്തി എൻ്റെ ജീവിതത്തിലും അതുപോലെ വെളിപ്പെടുന്ന നിലയിൽ ആ കർത്താവിൻ്റെ ശക്തിയും പ്രവൃത്തിയും അത് പൊട്ടിപ്പുറപ്പെടുന്നത് കാണാൻ തക്കവിധം ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് വേദിയൊരുക്കുകയാണ്. അതായത്
നിങ്ങൾ അറിഞ്ഞ ദൈവം, നിങ്ങൾ മനസ്സിലാക്കി വെച്ച ദൈവം, അവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു, കേട്ടു, പാടി, സ്തുതിച്ചു. പക്ഷെ ആ കാര്യം നിങ്ങളുടെ വിഷയത്തിന്റെ ഉത്തരമായി വെളിപ്പെടുന്ന കാഴ്ച അത് തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ് എന്നത് പ്രതീക്ഷ അവസാനിച്ചതായി തോന്നുന്ന വിഷയത്തിന്മേൽ ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് തെളിയിപ്പാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹൃദയങ്ങൾക്കകത്ത് ധൈര്യം ഇന്ന് രാവിലെ കയറട്ടെ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരു മരണവിധി പോലെ തോന്നുന്നുണ്ടാകാം, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഈ സാഹചര്യത്തിൽ നിന്നാണ് പൗലോസിനെ ദൈവം രക്ഷിച്ചത്. ഇതുപോലെയുള്ളതായ സാഹചര്യത്തിനകത്ത് നിന്നും നിങ്ങളെയും വിടുവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പൗലോസ്ലീഹ ഇങ്ങനെ തന്നെ പറയുന്നു, ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തു, അവൻ മേലാലും വിടുവിക്കും. 3 കാലങ്ങളെ അദ്ദേഹം തൊടുകയാണ്. ഇന്നലകളിൽ എന്നെ വിടുവിച്ച ദൈവം, ഇപ്പോഴും വിടുവിക്കുന്ന ദൈവം, ഇനിയും എന്നെ വിടുവിക്കുവാൻ സന്നദ്ധനായ ദൈവം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ വിടുതലുകളെ ആരും ബന്ധിക്കുകയില്ല. നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന നന്മകളെ ഒരു കൊടുങ്കാറ്റും ഒരു മരണശക്തിയും അതിനെ തൊടുകയില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആധികാരികമായിട്ട് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ വലിയ വിടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ നടന്നതുപോലെയുള്ളൊരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിലും ഇന്ന് രാവിലെ നടക്കും. നീ കരഞ്ഞാൽ ദൈവം അകന്നു പോകുന്നവനല്ല, അതവൻ അടുത്തേക്ക് വരുന്നവനാണ്. ഈ വചനത്തിൽ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ അത്യന്തം നിരാശയോടുകൂടെ ആയിരിക്കുന്ന പൗലോസ്ലീഹായെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്നവനായ ദൈവത്തെ, ആമേൻ ആമേൻ ആമേൻ, ആ കർത്താവിനെ നോക്കി കരയുന്നൊരു ദൈവവൈതലിനോട് ഞാൻ ആത്മാവിൽ ആലോചന പറയുന്നു. നിന്റെ കരച്ചിൽ നിന്റെ വിശ്വാസത്തിൻ്റെ കുറവല്ല, വിശ്വാസക്കുറവിൻ്റെ തെളിവല്ല, പകരം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ തെളിവായിട്ടത് മാറാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഭാരപ്പെടുത്തുകയല്ല, ഭാരത്തിൽ നിന്നും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രശ്നത്തിൻ്റെ ഭാരം വലുതാകാം, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കൈ അതിനേക്കാൾ വലുതാണ്. ഒന്ന് പറഞ്ഞേ, പ്രശ്നങ്ങളുടെ ഭാരം വലുതായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കൈ അതിനേക്കാൾ വലുതാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ നടുവിൽ ലക്ഷ്യമുണ്ട്. ഞങ്ങളിലല്ല എന്ന നിലയിൽ നിന്ന് ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു എന്ന തലത്തിലേക്ക് അപ്പോസ്തലനെ നയിക്കണമെന്ന് ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആമേൻ. മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നേരത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയും ഞാൻ ആശ്രയിച്ചില്ല, ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തിൽ എന്ന നിലയിലേക്ക് ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചില സർക്കംസ്റ്റാൻസസിലൂടെ നമ്മളെ കടത്തിവിടുന്നതിൻ്റെ പുറകിൽ ഒരു പ്രഥമമായ ലക്ഷ്യം ദൈവത്തിനുണ്ട്. നാം അവനിൽ ആശ്രയിക്കണം. നാം അവനിൽ എൻ്റെ പണത്തിലല്ല, എൻ്റെ വിദ്യാഭ്യാസത്തിലല്ല, എൻ്റെ ദൈവത്തിൽ, എൻ്റെ പ്രാർത്ഥനയിലല്ല, എൻ്റെ ദൈവത്തിൽ, എൻ്റെ വിശ്വാസത്തിലല്ല, എൻ്റെ ദൈവത്തിൽ. ആമേൻ 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 ആമേൻ. ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആത്മീകവും ഭൗതികവുമായ സകല സാഹചര്യങ്ങളെക്കാളും അധികമായി ഞാൻ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക നിലയിൽ ഞാൻ ഞങ്ങളിലല്ലാതെ ദൈവത്തിലായി തീരുന്ന ഒരു തലത്തിലേക്ക്, ദൈവത്തിൽ എന്ന നിലയിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ദൈവം തന്നെ നിയന്ത്രിക്കും എന്നുള്ളതായ ബോധ്യം ഒരു മനുഷ്യന് നൽകിത്തരത്തക്ക വിധം വിശ്വസിക്കാൻ പര്യാപ്തമാക്കി നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ സാക്ഷ്യം ഒരസാധ്യമായ സാഹചര്യത്തിൽ നിന്നുള്ളതായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാൽ ഞാൻ പുറത്തു വന്നു എന്നുള്ളതായ ഒരു വിടുതലിൻ്റെ വാക്കായിരിക്കും. ഇത്ര വലിയ മരണത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം രക്ഷിച്ചു എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിത കഥയിൽ ദൈവത്തിൻ്റെ രക്ഷ നിങ്ങൾക്ക് പറയാനുള്ളൊരു ദിവസം ഇന്ന് രാവിലെ തുറക്കുകയാണ്. ഇത് അവസാന അധ്യായമല്ല, ദൈവം ഇനിയും തുടരും. അവൻ നിങ്ങളെ ഇനിയും വിടുവിക്കുമെന്നുള്ള പ്രത്യാശ ഇന്നത്തെ ഈ വചനം നമ്മുടെ കണ്ണുനീരിനു മീതെ നാളെയെക്കുറിച്ചുള്ള വെളിച്ചമായി ഉദിക്കുകയാണ്. ആമേൻ. ഇന്ന് രാവിലെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ദൈവം ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതായ ഉറപ്പാണ് ഈ ദൂത് നമുക്ക് നൽകുന്നത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ പൊന്നുമക്കൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ ലോർഡ്, അങ്ങയുടെ മക്കൾക്കെല്ലാവർക്കും ഈ നിമിഷം വളരെ വിലപ്പെട്ട ദൈവപ്രവൃത്തിയുടെ നേരമായി മാറുന്നല്ലോ. ഒരു മഹാസാക്ഷ്യത്തിൻ്റെ പ്രസവ മുറിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഒരു വലിയ വിടുതലിൻ്റെ സാക്ഷ്യം ജനിക്കുന്നതിൻ്റെ പേറ്റുനോവിലാണ് ഞങ്ങളിപ്പോൾ ദൂത് കേൾക്കുന്നത്.
ഞങ്ങളുടെ ലൈഫിനകത്തെ നെടുവീർപ്പുകൾ ഒരു ദൈവപ്രവൃത്തിയുടെ വിജയഗാഥയായി പുറത്തു വരാൻ പോകുകയാൽ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇന്ന് രാവിലെ ദൂതിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ കൃപയിൽ മുൻപോട്ടേക്ക് കയറാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇവരെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളം ധാരാളം ധാരാളമായി യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളി, ശനി, ഞായർ കോട്ടയത്ത് ആത്മീക വിടുതലുകളുടെ ദിവസങ്ങളാണ്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വലിയ ശുശ്രൂഷകൾ നടക്കുകയാണ്. പകൽ സെക്ഷനുകൾ അല്പം കൂടെ ദീർഘമായിട്ടാണ് ക്രമീകരിക്കുന്നത്. കാരണം വിടുതൽ ശുശ്രൂഷകളിലേക്ക് ഇച്ചിരി കൂടെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ആ മീറ്റിങ്ങുകൾ ക്രമീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് രോഗസൗഖ്യം പ്രാപിക്കാൻ, വിടുതലുകൾ പ്രാപിക്കാൻ, ദൈവാലോചനകൾ കേൾക്കാൻ, ആത്മശക്തിയാൽ നിറയാൻ, ദൈവിക ശുശ്രൂഷകളെ ഏറ്റെടുക്കാൻ, ഒന്നുകൂടെ ആത്മാവിൽ ഉണർത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വെള്ളി, ശനി, ഞായർ കോട്ടയത്ത് കണ്ടേക്കണം. ഓക്കെ, കോട്ടയത്തെ ആ ശുശ്രൂഷ കൊണ്ട് തീരുന്നില്ല. എറണാകുളത്തെ ഞായറാഴ്ച പിന്നെയും വൈകുന്നേരം 4 മണിക്ക് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ. കഴിഞ്ഞ ആഴ്ചത്തൊക്കെ മീറ്റിംഗ് തന്നെ പവർഫുൾ മീറ്റിംഗ് ആയിരുന്നറിയാമോ? വന്നവർക്കറിയാം അവിടെ നടന്ന ദൈവപ്രവൃത്തിയുടെ പവർ അത്ര വലുതായിരുന്നെന്ന്. ദൈവവചനം അങ്ങോട്ട് കേട്ടിട്ട് അതിനകത്ത് അങ്ങോട്ട് കത്തി ആത്മാവിൻ്റെ ശക്തിയും വിടുതലും ഒക്കെ അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, ജീവിതത്തിൻ്റെ ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അതൊക്കെ വന്ന് അനുഭവിക്കണം. ഈ ആഴ്ച എന്തായാലും പോരെ. ദൈവം കോട്ടയത്തും എറണാകുളത്തും നിങ്ങൾക്ക് ചാൻസ് ഒരുക്കുകയാണ്. ഇത് മിസ് ചെയ്യല്ലേ. ഇന്നത്തെ ദൂത് കേട്ട് സന്തോഷിച്ച് ആമേൻ പറഞ്ഞ് എന്നിട്ട് പോകാതെ അവിടെ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് എന്നെ ഓർത്തും പ്രാർത്ഥിച്ചിട്ട്, ഓക്കെ, ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഈ വചനത്തിൻ്റെ ഏത് ഭാഗമാണ് തൊട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സാക്ഷ്യം ഏത് വിഷയത്തിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു വാക്കായിട്ട് അങ്ങോട്ട് കത്തിച്ചെഴുത്. കർത്താവ് അതിനെ അങ്ങോട്ട് പ്രൂവ് ചെയ്യട്ടെ. ആമേൻ. നമുക്ക് നാളെ കാണാം. യേശു ഒത്തിരി അനുഗ്രഹങ്ങളുമായി നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുത്തെ കൃപ നിങ്ങളെ ഏറെ വളർത്തുമാറാകട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.